ഞങ്ങളുടെ സദസ്സിനെക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചിത നാമത്തിൽ പുതുപ്പള്ളി താബോർ വർഷിപ്പിക്കുന്നതിന്റെ നല്ല പ്രഭാതം നിലത്തെ അറിയിക്കുന്നു. ഈ പെരുവന്താനം ദേശത്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ സർവകുപാടുവായ ദൈവം ഞങ്ങൾക്ക് അവസരത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. രാഷ്ട്രഭാരതത്തിന്റെ 66ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾ ഇന്ത്യക്കാരിൽ നിന്നും ഞങ്ങൾ അഭിമാനിക്കുന്നു. അതിലുപരിയായി യേശുവിന്റെ സ്നേഹം ഈ ദേശത്തെ വിളിച്ചറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തെ ഓർത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി അഭിമാനത്തോടെ വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. യേശു ഇന്നും ജീവിക്കുന്നു. യേശുവല്ലാതെ മറ്റൊരു ദൈവവുമില്ല. നേതാക്കന്മാരുണ്ടെങ്കിലും അവൻ ഒരു വ്യക്തിയുടെ കല്ലറ മാത്രമേ തുറന്നു കിടക്കുന്നുള്ളൂ. അത് ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ സേവിക്കുന്ന യേശുവത്രേ. ഹല്ലേലൂയ. വചനം പറയുന്ന മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ യേശുവല്ലാതെ മറ്റൊരു നാമവുമില്ല. ആ നാമത്തെ ഈ പെരുവന്താനം പട്ടണത്തിൽ ഉയർത്തുവാൻ ഞങ്ങൾക്ക് അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിവാഹമായിരിക്കുന്ന സുവിശേഷ സന്ദേശ റാലി ഈ പെരുവന്താനത്ത് എത്തിയിരിക്കുമ്പോൾ അഭിമാനത്തോടെ വളരെ സന്തോഷത്തോടെ പറയുന്നു, യേശു ഇന്നും ജീവിക്കുന്നു. ജീവിക്കുന്നു പരലോകത്തിൽ ദേശത്ത് ദൈവത്തിന്റെ സാക്ഷിയാകുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കിയതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുതുപ്പള്ളി താബോർ വർഷിപ്പ് സെന്ററിന്റെ യുവജന വിഭാഗമായ യൂത്ത് വിങ്ങാണ് ഇന്ന് ഇവിടെ ഈ പരസ്യ ലോകത്തിൽ സമൃദ്ധിയായി നിൽക്കുന്നത്. ഒരു കാലത്ത് ഞങ്ങൾക്ക് ഇത് പറയുവാനോ എടുക്കുവാനോ യോഗ്യതയില്ലായിരുന്നു. ഞങ്ങൾ ഈ സുവിശേഷം പറയുവാനുള്ള യാതൊരു കഴിവും ഞങ്ങൾക്കില്ലായിരുന്നു. വിവിധ പ്രശ്നങ്ങളിലും കടഭാരങ്ങളിലും ഞെരുക്കങ്ങളിലും വിവിധ പ്രതികൂലങ്ങളിൽ അകപ്പെട്ട് മയക്കുമരുന്നിന് അടിമയായി ജീവിച്ച കാലഘട്ടങ്ങളിൽ നിന്നാണ് എന്നൊക്കെ ഓരോരുത്തരും യേശുവിനെ കണ്ടുമുട്ടി പറയുമ്പോൾ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്കതിൽ യാതൊരു ലജ്ജയുമില്ല. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ മദ്യ നിരോധനം ഏർപ്പെടുത്തിയത് ഒരു അഭിമാനപരമായ കാര്യമാണ്. പരിഹാരമായും ചോദിച്ചാൽ പരിഹാരമായിട്ടുമില്ല. ജീവിക്കുന്നുണ്ട്, മദ്യം സുലഭമായി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, പരിഹാരമാകുന്നില്ല. ഇനി പറഞ്ഞതിന് ചുരുക്കം ഒറ്റ വാക്കുള്ളൂ. പരിഹാരം ഉണ്ടാകണമെങ്കിൽ അവനവന്റെ മനസ്സും മനസ്സാക്ഷിയും ഒരുപോലെ തീരുമാനിച്ച് എനിക്കത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഏത് നിമിഷമുണ്ടോ ആ നിമിഷത്തിൽ മാത്രമേ അവനെ രക്ഷപ്പെടാൻ. അങ്ങനെ ഒരു ആത്മീയ രക്ഷയുടെ പാതയിലേക്ക് വരുവാനായി ഒരു ഗവൺമെന്റ് തയ്യാറെടുക്കുന്നില്ല. അത് കേന്ദ്ര ഗവൺമെന്റായ ബഹുമാനപ്പെട്ട മോഡി ഗവൺമെന്റ് ആയാലും കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണെങ്കിലും ഒരു സർക്കാർ പോലും അതിന് മുൻകൈ എടുക്കുന്നില്ല. കാരണം ജനത്തിന്റെ ക്ഷേമം ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ ഒരു കാരണവശാലും അതിനപ്പുറത്തേക്ക് മാറുന്ന കാര്യം ചെയ്യാൻ, ഒരു ഹൃദയത്തിൽ കയറിയ കാര്യം ചെയ്യാൻ, ഒരു മനുഷ്യ മനസ്സാക്ഷിയെ മാറ്റിയെടുക്കാൻ ഒരു പത്രപ്രസ്താവനയ്ക്കോ ഒരു വിളംബരത്തിനോ ഒരു ഓർഡിനൻസിനോ സാധിക്കത്തില്ല. എന്നാൽ സാധിക്കുന്ന ഒരേ ഒരു പുസ്തകമുണ്ട്, ഒരേ ഒരു വചനമുണ്ട്, അതിന്റെ യേശുവിന്റെ വചനമാണ്. കഴിവുള്ളവരോ കഴിവില്ലാത്തവരെന്നല്ല ഇവിടുത്തെ
വിഷയം. ഇവിടെ ഈ വചനം ആര് വിളിച്ചു പറയുന്നവൻ കേൾക്കുന്നവൻ രക്ഷ പ്രാപിക്കുന്ന തിരുവെടുത്ത് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് മുമ്പ് പ്രസംഗിച്ച താങ്കളുടെ പാസ്റ്റർ പ്രിയ ബിബിൻ കർത്താവിന്റെ പാസ്റ്റർ ബിബിൻ പ്രസംഗിച്ചതുപോലെ 66 റിപ്പബ്ലിക് ദിനം കൊണ്ടാടുന്ന ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ ഒരു പരസ്യം നടത്തുക എന്നുള്ളത്. യേശുവിനെ ഞാൻ ഉയർത്തുകയാണ്. എന്നാൽ ഒരു ഗവൺമെന്റിനോ ഒരു സർക്കാരിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു രാഷ്ട്രീയ തത്വസഭയ്ക്കോ ഒരു മാനിഫെസ്റ്റോയ്ക്കോ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ സാധ്യമല്ല. രക്ഷിക്കാൻ സാധിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അതിന്റെ യേശു മാത്രമാണ്. ഇന്ന് ഞങ്ങൾ പെരുവന്താനത്ത് യേശുവിനെ ഉയർത്തുകയാണ്. പെരുവന്താനത്ത് യേശുവിനെ ഉയർത്തിപ്പിടിക്കുക ഞങ്ങൾ വിശ്വസിക്കാൻ സാധിക്കും. ഇവിടെ ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല. ജാതി അല്ല ഇവിടുത്തെ വിഷയം, മനസ്സാണ് ഇവിടുത്തെ വിഷയം. ജാതിക്ക് പുറത്ത് മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്ന, മനുഷ്യനെ കാണാൻ ശ്രമിക്കുന്ന ഒരു മാനസിക അംഗീകാരം നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നാം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം പഠിക്കേണ്ട വിഷയം മനുഷ്യനായി കാണുക. രണ്ടാമത് ചെയ്യേണ്ടത് സ്നേഹിക്കാൻ പഠിക്കുക. മൂന്നാമത് അവന്റെ വിശപ്പിന് ആഹാരം കൊടുക്കുക. നാലാമത് അവന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും ചെയ്യേണ്ടത് അവന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയും ചെയ്യാനാണ് യേശു പറഞ്ഞത്. യേശു സഭയുണ്ടാക്കിയ ദൈവമല്ല, യേശു ഒരു മതത്തിന്റെ വ്യക്താവല്ല, യേശു പ്രത്യേക അവൻ സഭയുടെ ആളുമല്ല. യേശു പറഞ്ഞേ ഉള്ളൂ, എന്നെ വിശ്വസിക്കാൻ നിങ്ങൾ രക്ഷപ്പെടും. അവനെ വിശ്വസിക്കാൻ ആഹ്വാനിച്ചത് കർത്താവിന്റെ ഈ പെരുവന്താനം ഉയർത്തുമ്പോൾ അഭിമാനപുരസ്കാരം ഞങ്ങൾ പറയുകയാണ്. ഈ പെരുവന്താനം യേശു അർപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഇപ്പോഴുള്ള യേശുവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. കാലഘട്ടങ്ങൾ കഴിയട്ടെ ഞാൻ വിളിച്ചു പറയുകയാണ്. ഈ പട്ടണം അനുഗ്രഹിക്കപ്പെടും. കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഞങ്ങൾ യേശുവിന്റെ മക്കളാകാൻ കാരണം യേശു ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ്. അന്നല്ല യേശുവിനെ പിൻപറ്റി, അന്നല്ല യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ, മരണം വരെയും അവന് വേണ്ടി നിൽക്കുവാൻ, നിലനിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറെടുപ്പിന്റെ കാരണമുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെടേണ്ട സമയത്ത് അവൻ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമാണ്. അത് വിശ്വസിക്കുന്ന മക്കൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ ഈ പെരുവന്താനത്തിന്റെ രാജ്യത്തുകൾ യേശുവിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇവിടെ തൊഴിലാളികൾക്കും അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇവിടുത്തെ ബിസിനസ്സുകാർ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇവിടുത്തെ വാഹന ഉടമകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇവിടുത്തെ സ്കൂൾ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇവിടുത്തെ എല്ലാ സഭകളും അനുഗ്രഹിക്കപ്പെടുകയാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ആഹ്വാനം ചെയ്തുകൊണ്ട് പുതുപ്പള്ളി താമൂർ വർഷിപ്പ് സെന്ററിന്റെ എല്ലാ അനുഗ്രഹങ്ങളും വാഴ്വക്കറയിൽ നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തോട് യാത്ര പറയുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് വീണ്ടും കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.